ആകും. ആദ്യം തന്നെ നമുക്ക് പുൽക്കൂട് സെറ്റ് ആക്കാം. അറിയാൻ പ്രതീക്ഷയോടെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ട വീടിലൊക്കെ കയറി ഇറങ്ങി ഓളാണെങ്കിൽ പെട്ടിയെടുത്തത്. അപ്പൊ ഇതാണ് നമ്മുടെ കൂടിന്റെ ഫൈനൽ ലുക്ക്. ക്രിസ്മസിന് നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയോണ്ട് നമ്മൾ തുളസിച്ചെടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ പുൽക്കൂട് ട്രീ സെറ്റ് ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് ഉള്ളിലേക്ക് വേണ്ടി കാര്യങ്ങൾ സെറ്റ് ആക്കാം. നമ്മൾ ഉണ്ണിയാശ ടീം ലേശം അല്പം കൂടുതലായോണ്ട് നമ്മൾ കൂടുതലേക്ക് കയറ്റാണ്ട് പുറത്ത് സൈഡ് ആക്കി. അശാന ഡബിൾ റോൾ ആയതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് റെസ്റ്റ് കൊടുത്തു. അങ്ങനെ ഉണ്ണിയാശം മാതാവ് പുൽക്കൂടൊക്കെ ആയിട്ടുള്ള ഷൂട്ട് കഴിഞ്ഞ് സ്ഥിതിക്ക് നമുക്ക് ഇനി സെലിബ്രേഷനിലേക്ക് എടുക്കാം. അപ്പൊ നമ്മളെ കുട്ടി സെന്റർ റെഡിയായി. പകുതി ഉറക്കത്തിലാണ്ട് എന്റെ ഫുൾ ഓൺ ആയിട്ടില്ല. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഞമ്മക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഡ്രസ് നമ്മൾ ഡിസൈൻ ചെയ്തോണ്ട് തന്നെ തിരിച്ചെത്തിയ പ്രശ്നമാണ്. ഷിട്ടു ഓ പുല്ല് ജനിക്കണ്ടായിരുന്നു. ചേട്ടൻ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായി പൊട്ടിക്കാൻ തുടങ്ങി. ഇവിടുത്തെ പൊട്ടിക്കുന്ന വയ്യൊക്കെ ഭയങ്കര വെറൈറ്റി ഒരു സാധനം. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം?